ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെയുള്ള ആളുമായിട്ട് ഇങ്ങനെ ഒന്നും വെറുതെ മുണ്ടാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ ഒളവട്ടൂരാന്ന് പറഞ്ഞു. ഒളവട്ടൂർ എവിടെ? പഞ്ചേപ്പള്ളിയാണെയാണോ ചോദിച്ചു. അല്ല, ആ കുത്രാത്തീവ് അടക്കുന്ന സ്ഥലമല്ലേ, അവിടെയാണ്. അപ്പൊ കുത്രാത്തീവ് അടക്കുന്ന സ്ഥലത്ത് അയാളെ നാടിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ കുത്രാത്തീവ് ഒക്കെ ഇപ്പോഴും ഉണ്ടോന്ന് ചോദിച്ചാണ്. കുത്രാത്തീവ് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? അവിടെ കത്തിയെടുത്തിട്ടല്ലോ ശേഖങ്ങട്ട് കുത്തും വായച്ചിന്റെ ഉള്ളിക്ക്. ആ കത്തി അങ്ങനെ തന്നെ ഉള്ളിക്കാണ്ട് കിടക്കും. എന്നിട്ടോ അതങ്ങോട്ട് ഊരി നോക്കണ സമയത്ത് മുറിവ് കൂടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചതല്ല, ഈ മുറിവ് കൂടുന്നത് അള്ളാഹുവാണോ അതല്ല മുഹദ്ദീ ശേഖ്? അത് മുഹദ്ദീ ശേഖാണെന്ന് സംശയിക്കാൻ എന്താ, മുഹദ്ദീ ശേഖ് തന്നെയാണ്. അപ്പൊ എന്താ സംഗതി എന്നറിയോ? ഇതിന്റെ തട്ടിപ്പിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കണം. എന്താ ഗൗരവം? അല്ലാഹു തആല ഖുർആനിൽ പറയാ, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹുവിന്റെ കാര്യം, അള്ളാഹിന്റെ കൽപ്പന, ഇദാ അറാദ ശൈഅൻ, ഒരു കാര്യത്തെ അവൻ ഉദ്ദേശിച്ചാൽ, അൻ യഖൂല ലഹു കുൻ, അതിനോട് ഉണ്ടാവെന്ന് പറയും, ഫയകൂൻ, അതങ്ങുണ്ടാവും. എന്താ പറഞ്ഞേ? അള്ളാഹു ഒരു കാര്യത്തെ ഉദ്ദേശിച്ചാൽ, ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ ഉണ്ടാവുമെന്ന് പറയേണ്ട താമസം, അപ്പോൾ അതുണ്ടാവും. അതേ കഴിവ് മുഹദ്ദീ ശേഖനുണ്ട്. എന്നോടേയകല്ലൂടേയവൻ തന്റെകൾ ആവെന്ന് ഞാൻ ചൊൽവിൽ ആവും അതെന്നോവർ. വല്ലൊരു വസ്തുവിനെ കുഞ്ഞെന്ന് ചൊല്ലുകിൽ വിരികെ ഉരുവാക്കും എന്ന് പറഞ്ഞോവർ. കണ്ടോ? വല്ലൊരു വസ്തുവിനെ കുൻ എന്ന് ചൊല്ലുകിൽ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ അതേ പദം കുൻ എന്ന് ഞാൻ പറഞ്ഞാൽ ആ വസ്തു ഉണ്ടാകും. അപ്പൊ കത്തിയിട്ടിട്ട് വള്ളന്റെ ഉള്ളിലേക്കാണ് കുത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിച്ചു വരുമ്പോഴേക്ക് മുഹദ്ദീ ശേഖന് വന്നിട്ട് അത് കുൻ, മുറി കൂടുന്നോട് പറയേണ്ട താമസമുള്ള മുറി കൂടും എന്ന് അനുഭവത്തിലൂടെയാണ് കാണിച്ചു കൊടുക്കുക. സഹോദരന്മാരെ, എന്റെ സ്ഥിതി ഒന്ന് ചെറിയ രൂപത്തിൽ ഞാനത് കാണിക്കാം. ഇസ്ലാമാണോ? ഇസ്ലാമിന് കടന്നുകൂടിയതാണോ? ഇതങ്ങൾ മനസ്സിലാക്കാനുള്ളത്. യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ശൈഖ്. അപ്പോഴേക്ക് എല്ലാരും കൂടി കത്തിങ്ങോട്ട് പോകുമ്പോഴേക്ക് എല്ലാരും പരിഭ്രാന്തരായിട്ട് ജനങ്ങളൊക്കെ കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക. അതിനിങ്ങനെ യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ശൈഖ് യാ അബ്ദുൽ ഖാദിർ ജീലാനി. കത്തി ഒന്നായിട്ട് ഉള്ളിലാ. യാ ശൈഖ്. അപ്പോഴേക്ക് എല്ലാരും കൂടി വിളിച്ചോടി യാ ശൈഖ്. അപ്പൊ എല്ലാരും കൂടി യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ ഖാദിർ ജീലാനി കൂടി. ലേശം ഇവിടെ തട്ടിപ്പിന് വേണ്ടിയിട്ട് ലേശം ചോര ഇവിടെ പൊട്ടിക്കും. സംഗതിന്റെ യഥാർത്ഥം കേൾക്കണങ്ങൾക്ക് ഇതാ, ഇതിന് പ്രത്യേക കത്തി ഉണ്ടായിരിക്കുക. ഇതാ കത്തി. ഇതിന്റെ ചുണ്ട് കിടക്കുന്നത് ഇവിടെ വളച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് ഇവിടെ ചുണ്ടുകൊണ്ടല്ല കുത്ത്. ചുണ്ടുകൊണ്ടാ കുത്തിയാ വളന്റെ ഉള്ളിക്കാണ് ചെല്ലും. ഇവിടം കൊണ്ടാ കുത്ത്. കണ്ടോ? ഇതാ വളനുള്ളിൽ ഇങ്ങനെ പോണ. കണ്ടോ? ഇങ്ങനെ കുത്തിയാ വളന്റെ ഉള്ളിക്കാണ് ചെല്ലും, കുടലിന്റെ പുറത്ത് കയറും. ഞാൻ ചോദിച്ച അദ്ദേഹത്തിനോട് അതല്ല, ഞാൻ കുത്ത ഒളവട്ടൂർക്കാരനോട് ഞാൻ ചോദിച്ചേ, ശരി ഞാൻ കുത്ത എന്നാ മുറി കൂടെ വെച്ച്. അത് പറ്റൂല, നിങ്ങൾക്ക് കുത്താൻ പറ്റൂല, നിങ്ങൾക്ക് വേണമെങ്കിൽ വലിച്ചു ഊരാ. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിച്ചു ഊരാ, കുത്താൻ പറ്റൂല, കുത്തല് മൂപ്പരെന്നെ കുത്തണം. മനസ്സിലായോ തട്ടിപ്പൊക്കെ? മനസ്സിലായോ? ഇതാണ് ദബ്ബൂസ്, ഒറിജിനൽ ദബ്ബൂസാണിത്. ഇത് നാക്കാലിപ്പല കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നാക്കാലിപ്പല കൊണ്ടുവരും. നാക്കാലിപ്പല കൊണ്ട് അടിക്കുക. ഇത് 4 കാലില്ല എന്നുള്ള പല വര തന്നെയാണ് കേട്ടോ. കാലുണ്ടാക്കിയിട്ട് വേണമെന്ന് മാത്രം. യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, 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 യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി,
يا شيخ عبد القادر جيلان يا شيخ يا عبد القادر جيلان يا شيخ يا عبد القادر جيلان يا شيخ يا مهيد وجري يا شيخ يا مهيد عبد القادر يا شيخ വല്ലൊരു വസ്തുവിനെ കുഞ്ഞെന്ന് ചൊല്ലുകിൽ തിരികെ ഉരുവാക്കും എന്ന് പറഞ്ഞവർ. കണ്ടോ, മൊഹീദ്ദീൻ ശേഖർ വന്നു. മൊഹീദ്ദീൻ ശേഖർ മുറിയാണ് കൂടാൻ പറഞ്ഞ് മുറിയാണ് കൂടി. അള്ളാഹ്ക്കുള്ള അതേ പവർ മൊഹീദ്ദീൻ ശേഖറുണ്ട് കാണിച്ചു കൊടുക്കുക. സുഹൃത്തെ മനസ്സിലായിക്കോ, എന്താണെന്നറിയോ? ദബ്ബൂസ് എന്താ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിനു വേണ്ടി ഉണ്ടായിരിക്കുക പ്രത്യേകം. ഇവിടെ ഈ ചെറുവിരലുകൊണ്ട് മുറുക്കി പിടിക്കുക. ചെറുവിരലുകൊണ്ട് മുറുക്കാണ്ട് പിടിച്ചിട്ട് അടിക്കണ മുഴുവൻ ചെറുവിരലാ താങ്ങണത്. വെറുതെ അല്ല പഠിച്ചവൻ ചെറുവിരൽ സൃഷ്ടിച്ചത്. ഇതിമ്മലാ താങ്ങണത് അടി മുഴുവനും. അടിച്ചാണ് താഴത്തിലാക്കിയതൊക്കെ ഉള്ളിക്ക് ചെല്ലാന്നോ. അത് പറഞ്ഞപ്പോ ഇതൊക്കെ പറഞ്ഞപ്പോഴേ അപ്പൊ അയാൾ പറയാണ്, എന്നാ നാക്ക് മുറിച്ചിട്ട് പരകമല വെക്കണ്ടല്ലോ അതോന്ന് ചോദിച്ചെന്നോട്. എന്തേ ഇപ്പൊ നിങ്ങളീ പറഞ്ഞതൊക്കെ ഇനി ശരിയാന്ന് സമ്മതിച്ചാൽ തന്നെ നാക്ക് മുറിച്ചിട്ട് പലകമല വെക്കണുണ്ടല്ലോ. സഹോദര ഒന്ന് മനസ്സിലാക്കി. എന്റെ ഇളയമാന്റെ മോൻ ഇടവണ്ണക്കാരൻ ഇന്ന് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് മഞ്ചേരി റോഡിൽ ലേശം കൊണ്ട് നടന്നാൽ ഒരു 50 മീറ്ററില്ല 25 മീറ്റർ നടന്നാൽ അവിടെ ബൂത്ത് കാണാൻ കെട്ടി. ആ ബൂത്തിന്റെ ഉടമ മാലങ്ങാടൻ മമ്മദ് പഠിച്ച മാർക്കിസ്റ്റാരനാ. ഞാനും മാർക്കിസ്റ്റാരനാണ് ഇറക്കല്ല, പഠിച്ച മാർക്കിസ്റ്റാരനാ. അതുകൊണ്ട് തന്നെ കുറെ കാലം ചങ്ങായി നിരീശ്വരവാദിയായിരുന്നു. അൽഹംദുലില്ലാഹില്ലദീ ഹദാന. ഇപ്പോൾ ശരിക്കും അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് നല്ല ഭക്തനാണ്, നല്ല തൗഹീദ് ഉൾക്കൊള്ളുന്ന വ്യക്തിയാ. അക്കാലത്ത് അവൻ നിരീശ്വരവാദിയാ. കൊണ്ടോട്ടീർച്ചയിൽ പോയിട്ട് തട്ടിപ്പ് നടത്തി. ആര്? അവനും അവന്റെ സംഘവും. എന്താ തട്ടിപ്പ്? നാക്ക് മുറിക്കുക. എങ്ങനെ നാക്ക് മുറിക്കലെന്നറിയോ? മാംസത്തിന്റെ കഷ്ണം ഏകദേശം നാക്കിന്റെ രൂപത്തിൽ ചെത്തുണ്ടാക്കിയിട്ടുണ്ടാവും. കുറെ അനൗൺസ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അക്കാലത്ത് 5 ഉറുപ്പിയാണ് ഒരു ടിക്കറ്റ്. അക്കാലത്ത് അങ്ങനെ ഇതിന്റെ ഉള്ളിൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ ഇവനെന്ത് പുതപ്പിട്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ടാവും. ചെരിഞ്ഞു കിടക്കുകയായിരിക്കുമല്ലോ. പുതപ്പിട്ട് ഇങ്ങനെ മൂടിയിട്ട് സിഗ്നൽ കൊടുക്കും. ഏകദേശം ആള് നിറഞ്ഞാ സിഗ്നൽ. അപ്പോ ചുവന്ന മഷിഗുളിക. ഇപ്പൊ മഷിഗുളിക അങ്ങനെ കാണാനില്ല. മുമ്പൊക്കെ ഉണ്ടായിരുന്നു മഷിഗുളിക എന്നിട്ടൊരു ഗുളിക. ആ മഷിഗുളിക എടുത്തിട്ട് വായിലിടുക. ചെറിയൊരു ശർക്കരന്റെ കഷ്ണം. ഈ ശർക്കര കഷ്ണവും മഷിഗുളിയും കൂടിയാണ്ട് ചവച്ചാല് ഒറിജിനൽ രക്തത്തിന്റെ കളറും അതേ കട്ടി ഉണ്ടാവും. അങ്ങനെ അതിങ്ങനെ ചവച്ച് പാകാക്കുമ്പോഴേക്ക് 2ാമത്തെ സിഗ്നൽ കൊടുക്കും. ആരും അറിയില്ലേ സിഗ്നൽ കൊടുക്കുന്നതും. 2ാമത്തെ സിഗ്നൽ കൊടുക്കുമ്പോഴേക്ക് എന്താവുന്നറിയോ? ഈ മാംസ കഷ്ണം എടുത്തിട്ട് വായിലിടും. എന്നിട്ട് കുറച്ചു കാലം അനൗൺസ്മെന്റ് കൂടി കഴിഞ്ഞിട്ട് ആ പേടിയോടുകൂടി അങ്ങോട്ട് ആ പുതപ്പ് വലിക്കും. വലിച്ചിട്ട് ഇവനോട് എണീച്ചിരിക്കാൻ പറയും, എണീച്ചിരിക്കും. നാവ് നീട്ടാൻ പറയും, നാവ് നീട്ടും. നാവ് നീട്ടുന്നത് ഏതാ? ഈ ഇറച്ചി കഷ്ണ, ഈ മാംസ കഷ്ണം. നാവിങ്ങ് നീട്ടിക്കിടക്കുന്ന സമയത്ത് കത്തിയെടുത്തിട്ട് നാവ് അതാണ് അരിഞ്ഞിട്ട് കത്തിയെടുത്തിട്ടേ അത് അരിഞ്ഞിട്ട് ഇതിന്റെ തുമ്പത്തിന് കുത്തും. കത്തി ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഇങ്ങനെ കൊണ്ടുനടക്കും. അറിഞ്ഞിട്ട് എല്ലാവരും ഒഴിഞ്ഞു മാറും. മനസ്സിലാക്കണം നിങ്ങള്. ഇതാണ് തട്ടിപ്പ്. നമുക്ക് പറയാനുള്ളത്, നിരീശ്വരവാദികൾ എന്തെങ്കിലും തട്ടിപ്പ് നടക്കട്ടെ, അത് നമുക്ക് തടയാൻ സാധ്യമല്ല. ഇസ്ലാമിന്റെ പേരിൽ വേണോ ഇത്തരം തട്ടിപ്പുകള്? വേണോ? സഹോദരന്മാരെ, ഇതൊക്കെ ചിന്തിക്കാൻ കൂടുതൽ ബുദ്ധി വേണോ?